ബാങ്ക് അക്കൗണ്ടുകൾ നിലനിർത്തുന്നതിനും ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നതായി കണക്കുകൾ. പൊതുമേഖലാ ബാങ്കുകൾ ഡെബിറ്റ് കാർഡ് മെയിന്റനൻസ് ചാർജുകളിൽ 90% വർധനയാണ് വരുത്തിയത്. ഇത് മിനിമം ബാലൻസ് ഇല്ലാത്തതിന് ഈടാക്കുന്ന പിഴത്തുകയിലും ശരാശരി 27% വർധനയുണ്ടായിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ നിലനിർത്തുന്നതിനും ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിനും ഉപയോക്താക്കൾക്ക് കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്നതായ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ ഡെബിറ്റ് കാർഡ് മെയിന്റനൻസ് ചാർജുകളിൽ 90% വർധനയാണ് വരുത്തിയത്. ഇത് മിനിമം ബാലൻസ് ഇല്ലാത്തതിന് ഈടാക്കുന്ന പിഴത്തുകയിലും ശരാശരി 27% വർധനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രംഗത്ത് സ്വകാര്യ ബാങ്കുകളാണ് മുന്നിൽ നിൽക്കുന്നതും. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾ 2021-22 സാമ്പത്തിക വർഷത്തിൽ ഡെബിറ്റ് കാർഡ് സേവന നിരക്കായി 3905.5 കോടി രൂപ ഈടാക്കിയ സ്ഥാനത്ത് 2025-26 ആയപ്പോഴേക്കും അത് 93.7% വർദ്ധിച്ച് 7563.8 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഒരു കാർഡിന്മേൽ ഈടാക്കുന്ന ശരാശരി തുകയും 2021-22 61 രൂപയിൽ നിന്ന് 2025-26 115.1 രൂപയായാണ് വർദ്ധിച്ചത്. അക്കൗണ്ടുകളിൽ കുറഞ്ഞ ശരാശരി ബാലൻസ് സൂക്ഷിക്കാത്തതിന് ബാങ്കുകൾ ഈടാക്കുന്ന പിഴയിലും വലിയ വർധനവുണ്ട്. 2022-23 2025-26 വരെയുള്ള ഈ 4 വർഷത്തിനിടയിൽ 27% ഈ ഇനത്തിൽ വർധനയുണ്ടായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം സ്വകാര്യ ബാങ്കുകൾ ചേർന്ന് 7086.6 കോടി രൂപയാണ് പിഴയായി ഈടാക്കിയത്. ജൻധൻ അക്കൗണ്ടുകൾ ഒഴികെയുള്ള സേവിങ്സ് അക്കൗണ്ടുകളിൽ ഒരു അക്കൗണ്ടിന് ശരാശരി 31 രൂപയായിരുന്ന പിഴ പിന്നീട് 38 രൂപയായി ഉയർന്നു. സ്വകാര്യ ബാങ്കുകൾ ഈടാക്കുന്ന ശരാശരി പിഴയിൽ 45% വർധനവുണ്ടായപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ ഈടാക്കുന്ന ശരാശരി പിഴ 14% കുറയുകയാണ് ചെയ്തത്. ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളെയും പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരമുള്ള അക്കൗണ്ടുകളെയും കുറഞ്ഞ ബാലൻസ് പിഴയിൽ നിന്ന് പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. 12 പൊതുമേഖലാ ബാങ്കുകളിൽ 10 എണ്ണവും സേവിങ്സ് അക്കൗണ്ടുകളിൽ കുറഞ്ഞ ബാലൻസ് സൂക്ഷിക്കാത്തതിനുള്ള പിഴ പൂർണ്ണമായി നിർത്തിവെച്ചപ്പോൾ 2 ബാങ്കുകൾ മാത്രമാണ് വാണിജ്യ താൽപര്യം മുൻനിർത്തി നിരക്കുകൾ പരിഷ്കരിച്ചത്. അക്കൗണ്ടുകളിൽ ബാലൻസ് കുറവാണെങ്കിൽ SMS, ഇമെയിൽ അല്ലെങ്കിൽ കത്തുകൾ വഴി ഉപയോക്താക്കളെ മുൻകൂട്ടി അറിയിക്കണമെന്നും പിഴ ഈടാക്കുന്നതിന് മുമ്പായി അക്കൗണ്ടിലെ ബാലൻസ് ശരിയാകുന്നതിന് ഉപയോക്താക്കൾക്ക് ആവശ്യമായ സമയം നൽകണമെന്നും RBIയും സർക്കാരും കർശന നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.